ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ബാത്റൂമിൻ്റെ അകത്ത് അറ്റാച്ച്ഡ് ആണെങ്കിലും അല്ലെങ്കിലും നമ്മളൊരു ബാത്റൂമിൻ്റെ അകത്ത് നമ്മൾക്ക് കൊടുക്കുന്ന ലൈറ്റ് പോയിൻറ്റുകൾ എങ്ങനെയാണ്, എവിടെയാണ് കൊടുക്കേണ്ടത്, എത്ര ഹൈറ്റിലാണ് കൊടുക്കേണ്ടത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽ ആണ് നമ്മളിന്ന് നോക്കുന്നത്. ഇത് നമ്മൾ റൂമിലേക്കുള്ള എൻട്രൻസ് ആണ് വരുന്നത്. അതിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് ബാത്റൂം വരുന്നത്. അപ്പോൾ ബാത്റൂമിൻ്റെ ബെഡ് സ്വിച്ച് നമ്മൾ അവിടെ കൊടുക്കും. ബാത്റൂമിലേക്കുള്ള ലൈറ്റ് നമ്മൾ അവിടെ കൊടുക്കും. അതിനുള്ള സെപ്പറേറ്റ് പൈപ്പ് നമ്മൾ വെട്ടി കൊണ്ടുവന്നതിന് ശേഷം ഇവിടെയാണ് നമ്മുടെ വാഷ് ബേസിൻ വരുന്നത്. അതായത് വാഷ് ബേസിൻ്റെ ഏരിയയിലാണ് നമ്മൾ സ്വിച്ച് ബോർഡ് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് വാഷ് ബേസിൻ്റെ മുകളിലായിട്ട് ഏകദേശം 190 സെൻറ്റിമീറ്റർ 185-നും 190-നും ഇടയ്ക്ക് നമ്മളൊരു മിറർ ലാമ്പ് കൊടുക്കുന്നു. അതായത് മിറർ വെക്കുന്ന വാഷ് ബേസിൻ്റെ മുകളിൽ മിറർ വെക്കുന്നതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ലൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ ബാത്റൂമിൻ്റെ അകത്ത് വരുന്ന സ്വിച്ച് ലൈറ്റ് വരുന്നത്. ഇത് നമ്മൾ പുറത്തുനിന്ന് വേണം ഇടാനായിട്ട്. അതായത് ഈ ലൈറ്റിന് നമ്മൾ കയറുന്നതിന് മുന്നേ, ബാത്റൂമിലേക്ക് കയറുന്നതിന് മുന്നുള്ള സ്വിച്ച് ബോർഡിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതായത് ബാത്റൂമിൻ്റെ എൻട്രൻസ് സ്വിച്ചായിട്ട് നമ്മൾ കൊടുക്കേണ്ട ലൈറ്റ് അതാണ് വരുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന എല്ലാം തന്നെ കൺസീൽ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. 20 mm പൈപ്പ് ഉപയോഗിച്ചിട്ട് കൺസീൽ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ റൂമിൻ്റെ എൻട്രൻസിൽ നിന്നും ഡയറക്റ്റ് തൊട്ടടുത്ത് തന്നെ ബാത്റൂം ആയതുകൊണ്ട് ആ എൻട്രൻസിൽ നിന്നും വരുന്ന സർക്യൂട്ടിൽ നിന്നും ഇൻവെർട്ടർ ഫേസും അതുപോലെ തന്നെ സാധാ ഫേസും ന്യൂട്രും എർത്തും എല്ലാം നമ്മൾ അതിലേക്ക് കൊണ്ടുപോയിരുന്നു ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇവിടെ ഒരു സെപ്പറേറ്റ് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം. സ്റ്റെയറിൻ്റെ താഴെയാണ് ഈ ബാത്റൂം ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റെയർ മുകളിലേക്ക് കയറിപ്പോയിരുന്ന സ്റ്റെയറിൻ്റെ സൈഡിൽ ഏറ്റവും താഴെ ഈ സ്റ്റെയറിൻ്റെ ഏരിയ യൂസ് ചെയ്തിട്ടാണ് ആ ബാത്റൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സ്റ്റെയറിൻ്റെ ലാൻഡിങ്ങും കാര്യങ്ങളും വന്നിരിക്കുന്നുണ്ട്. ഒരു എൽ ഷേപ്പായിട്ടാണ് ഈ ബാത്റൂം കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബാത്റൂമിൽ പിന്നെ 2 ലൈറ്റെങ്കിലും നമുക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഈ സൈഡിൽ നിന്ന് ഒരെണ്ണം ലൈറ്റ് കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ക്ലോസറ്റിൻ്റെ ഏരിയയിലും ആ ഏരിയയിലൊന്നും ലൈറ്റ് ഉണ്ടാവില്ല. അപ്പോൾ 2 ലൈറ്റ് നമ്മൾ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മൾ ബാത്റൂമിലേക്ക് കയറി വരുന്ന സമയത്ത് കൊടുക്കാനും, പിന്നെ അതുപോലെ തന്നെ നമ്മൾ വാഷ് ബേസിൻ്റെ അടുത്ത് ഒരു 6 മോഡ്യൂളിൻ്റെ സ്വിച്ച് ബോർഡ് കൊടുത്തിട്ടുണ്ട്. അതിലാണ് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഈ രണ്ടാമത്തെ ലൈറ്റ് നമ്മൾ കൊടുക്കുന്നത്. രണ്ടാമത്തെ ലൈറ്റ് മിറർ ലാമ്പ് അതുപോലെ തന്നെ എക്സോസ്റ്റിൻ്റെ പോയിൻ്റ് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ്. എക്സോസ്റ്റിൻ്റെ പോയിൻ്റ് നമ്മൾ ജനലിൻ്റെ തൊട്ടടുത്താണ് കൊടുത്തിരിക്കുന്നത്. അവിടെ തന്നെയാണ് നമ്മൾ ലൈറ്റിൻ്റെ പോയിൻ്റ് കൊടുത്തിരിക്കുന്നത്, രണ്ടാമത്തെ ലൈറ്റിൻ്റെ പോയിൻ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, നമ്മൾ സ്റ്റെയറിൻ്റെ ഏരിയ നമുക്ക് നീറ്റായിട്ട് ഇതുപോലെ നല്ലൊരു ബാത്റൂം ക്ലിയർ ചെയ്യാൻ സാധിക്കും. അതായത് സ്റ്റെയറിൻ്റെ ലാൻഡിങ് വരുന്ന ഏരിയയും ആ കുറച്ച് ഏരിയയുടെ പോർഷൻ കൂടി നമ്മൾ എടുത്തതിന് ശേഷം നമുക്ക്, അല്ലെങ്കിൽ സ്റ്റെയറിൻ്റെ ഏരിയ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു കബോർഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറ്. അത് പിന്നീട് ഒരു ഉപയോഗമില്ലാത്ത രീതിയിൽ കബോർഡ് കാര്യങ്ങളൊക്കെ എപ്പോഴും പൊടി പിടിച്ചെടുക്കുന്ന അവസ്ഥയായിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ ചെയ്തിരിക്കുന്നത് നമ്മൾ കബോർഡിൻ്റെ ആ പോർഷൻ കളഞ്ഞതിന് ശേഷം സ്റ്റെയറിൻ്റെ ഏരിയ നല്ലൊരു ബാത്റൂമായിട്ട് യൂസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു എൽ ഷേപ്പ് ആണെന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കുന്നു. ഇത് കുളിക്കുന്ന ഏരിയ, തൊട്ടപ്പുറത്ത് ക്ലോസറ്റിൻ്റെ ഏരിയ, പിന്നെ കയറി വരുന്ന ഏരിയയിൽ ആയിട്ട് നമ്മൾ വാഷ് ബേസിൻ്റെ ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ലൈറ്റ് പോയിൻറ്റുകൾ നമ്മൾ പറഞ്ഞു. മെയിനായിട്ട് 2 ലൈറ്റ് പോയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ബാത്റൂമിൻ്റെ അകത്ത് എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു മിറർ ലാമ്പും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാഷ് ബേസിൻ്റെ ഏരിയയിൽ നമ്മൾ ഒരു 6 മോഡ്യൂളിൻ്റെ ബോക്സ് 130 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ പറയുന്ന 6 മോഡ്യൂളിൻ്റെ ബോക്സിൽ വരുന്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരുന്ന സ്വിച്ചുകൾ മെയിനായിട്ട് വരുന്നത്, നമ്മൾ എൻട്രൻസിൽ വരുന്ന സ്വിച്ച് നമ്മൾ നേരത്തെ പുറത്തുനിന്ന് പറഞ്ഞു. അതായത് ബാത്റൂമിൻ്റെ മെയിനായിട്ട് വരുന്ന ലൈറ്റ് പുറത്തുനിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ 6 മോഡ്യൂളിൻ്റെ ബോക്സിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് തന്നെ മിറർ ലാമ്പ് വരുന്നുണ്ട്. അത് വാഷ് ബേസിന് തൊട്ട് മിറർ ലാമ്പ് വരുന്നുണ്ട്, എക്സോസ്റ്റിൻ്റെ ലൈറ്റ് വരുന്നുണ്ട്, പിന്നെ ഒരു സ്വിച്ച് പ്ലഗ് വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ രണ്ടാമത് കൊടുത്തിരിക്കുന്ന ലൈറ്റ് പോയിൻറ്റും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഏരിയയിൽ തന്നെ നമ്മൾ വാഷ് ബേസിൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിലായിട്ടാണ് മിറർ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ബാത്റൂമിൻ്റെ അകത്ത് വരുന്ന ലൈറ്റുകളെ കുറിച്ചിട്ടും അതിൻ്റെ ഡയറക്ഷൻസ് എങ്ങനെയാണ്, എവിടെയാണ് കൊടുക്കേണ്ടതും എന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഏത് ഹൈറ്റിലാണ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകളും വീഡിയോസ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താലേ നമുക്ക് ഇതുപോലുള്ള ഇൻഫർമേഷനായി വീഡിയോസ് ചെയ്യാനുള്ളൊരു ഒരു എനർജി നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്യുക, ലൈക്കും കൂടിയാണ് ചെയ്യുക ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.